സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കടക്കുകയാണ്. പോലീസിന്റെ ഒരുക്കങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നതിന് വേണ്ടി സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തിക് ഉണ്ട്. വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് നടക്കാൻ പോകുന്നത്. പുതിയ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ, പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിക്ക് വേണ്ടി നമുക്ക് ഇഷ്ടംപോലെ ധാരാളം ആളുകൾ സംസ്ഥാനത്തിൻ്റെ പല ജില്ലകളിൽ നിന്ന് വരാൻ സാധ്യതകളുണ്ട്. അത് കണക്കിലെടുത്ത് നമ്മൾ വിപുലമായിട്ടുള്ള സുരക്ഷാ ഏർപ്പാടുകൾ, ട്രാഫിക് ക്രമീകരണങ്ങൾ, പാർക്കിംഗ് സൗകര്യങ്ങൾ എല്ലാം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വിപുലമായിട്ടുള്ള ബന്ദോബസ്ത് സ്കീം തന്നെ ഇതിക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയിട്ടുണ്ട്. 18-ാം തീയതി 10 മണിക്കാണ് ചടങ്ങ്. അതുകൊണ്ട് അവർ മിക്കവാറും തലേദിവസം വൈകുന്നേരം മുതൽ വരാൻ സാധ്യതകളുണ്ട്. പിന്നെ കാസർഗോഡ് തൊട്ട് വരേണ്ടേ. അപ്പോൾ നാളെ വൈകുന്നേരം മുതൽ മിഡ്നൈറ്റ് പുലർച്ചെ അങ്ങനെ ചിലവർ ഡയറക്റ്റ് എത്തും. അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിക്ക് വേണ്ടി അവർ എവിടെയാണ് പാർക്കിംഗ് ഏരിയാസ്, എവിടെ പോയി താമസിക്കുക, അങ്ങനെ മറ്റു ജില്ലയുമായിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മളുടെ ഒരു DCP പ്രത്യേകം ചുമതലപ്പെടുത്തി മറ്റ് ജില്ലകളിലുള്ള ഉദ്യോഗസ്ഥർ വഴിയായിട്ട് എത്ര ബസ്സുകളാണ് എവിടെ നിന്നാണ് വരുന്നത് ആ കാര്യങ്ങളെല്ലാം നേരത്തെ കളക്ട് ചെയ്യുകയും അതനുസരിച്ച് പാർക്കിംഗ് ഏരിയാസ് എല്ലാം മുൻപ് തന്നെ തീരുമാനിക്കുക. എവിടെ വന്ന് ഇറങ്ങണം, എവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ മന്ത്രിസഭയുടെ പാർക്കിംഗാണ് മെയിൻ ഇഷ്യൂ. ഒരുപാട് VIP-കൾ വരുന്നുണ്ട്. നമ്മളുടെ സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായിട്ട് കുറേ മറ്റ് സംസ്ഥാനത്തിലുള്ള ബഹുമാനപ്പെട്ട മന്ത്രിമാർ ക്ഷണിച്ചിട്ടുണ്ട്. അതുപോലെ ദേശീയ നേതാക്കൾ വരുന്നുണ്ട്. പ്രധാന പാർട്ടിയിലുള്ള ദേശീയ നേതാക്കൾ വരുന്നുണ്ട്. അവരെല്ലാം Z+ സെക്യൂരിറ്റി ഉള്ള വ്യക്തികളാണ്. അപ്പോൾ അത് കണക്കിലെടുത്ത് വിപുലമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ എയർപോർട്ട് മുതൽ ഹാൾട്ടിംഗ് പ്ലേസും പിന്നെ ഫംഗ്ഷൻ പ്ലേസ് അങ്ങനെ അതെല്ലാം ഏർപ്പാട് ചെയ്യുന്നുണ്ട്. അത് കണക്കിലെടുത്തിട്ട് അതുപോലെ തന്നെ ഇഷ്ടംപോലെ സ്റ്റേഡിയത്തിനകത്ത് സ്റ്റേജ്, അതിൻ്റെ VIP-കളുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്, അതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ, അതുപോലെ ജനറൽ പബ്ലിക്ക് വരുന്നതും അതിൻ്റെ എൻട്രിയും എക്സിറ്റും ആ കാര്യങ്ങളെല്ലാം നമ്മൾ കണക്കിലെടുത്തിട്ട് പോലീസിൻ്റെ സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എത്ര ഉദ്യോഗസ്ഥരാണ് ഈ ഒരു ദിവസം ഉണ്ടാവുക? നമുക്ക് ഏകദേശം ഒരു 3000 മുതൽ 4000 വരെ ഉള്ള പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ നിയോഗിക്കാൻ പോകുന്നത്. അതിപ്പോൾ നമ്മൾ ഫൈനലൈസ് ചെയ്യും. ഇന്നത് നമ്മൾ ഫൈനലൈസ് ചെയ്യും. ആൾറെഡി ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞ് അന്തിമഘട്ടത്തിലാണ്. ഏകദേശം അത്ര നമുക്ക് മാൻ പവറിൻ്റെ ആവശ്യം വരും. കാരണം ഫംഗ്ഷൻ പ്ലേസ് ധാരാളം ആളുകൾ വരുന്നുണ്ട്. അതുപോലെ ട്രാഫിക് ഡൈവേർഷൻ പോയിൻറ്റ്സിൽ നമുക്ക് ഉദ്യോഗസ്ഥർ വേണം. പാർക്കിംഗ് ഏരിയാസിൽ ഉദ്യോഗസ്ഥർ വേണം. അതുപോലെ മറ്റേ VIPs കൊണ്ടുവരാനും അതിൻ്റെ മോട്ടോർ കാർഡ്, അതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതെല്ലാം നമ്മൾ കണക്കിലെടുത്തിട്ടാണ് ഇത്ര ഒരു ഡീറ്റെയിൽഡ് ബന്ദോബസ്ത് സ്കീം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട DGP-യും ബഹുമാനപ്പെട്ട ADGP, IG എല്ലാവരും ഇത് വിലയിരുത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ആവശ്യമുള്ള നിർദ്ദേശങ്ങളും ആവശ്യമുള്ള ഉദ്യോഗസ്ഥന്മാരും മറ്റേ സപ്പോർട്ട്സും എല്ലാം ആൾറെഡി കൊടുത്തു കഴിഞ്ഞ് ഇത് ഏറ്റവും കൂടുതൽ ജനക്കൂട്ടം ഒരേ സമയത്തിൽ ഒരു സ്ഥലത്തിൽ കൂടുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് അതിൻ്റെ ക്രമസമാധാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് വെറുതെ ഒരു ട്രാഫിക് ക്രൗഡ് മാനേജ്മെൻറ്റ് മാത്രമല്ല, എല്ലാ ക്രമസമാധാനവും ഉണ്ട് അതിനകത്ത് ഇൻവോൾവ് ആവുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആൾറെഡി നമ്മളുടെ സ്റ്റേഡിയം, സെൻട്രൽ സ്റ്റേഡിയമും അതിൻ്റെ ചുറ്റുവട്ടം മൊത്തം നമ്മൾ കനത്ത സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അതുപോലെ ജില്ലകളിലും നമ്മൾ എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷൻസ്, പിന്നെ പ്രധാന സ്ഥലങ്ങളെല്ലാം ആൾറെഡി ചെക്കിങ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. സുരക്ഷാ പരിശോധനകൾ നമ്മൾ നടത്തുന്നുണ്ട്. ബസ്സുകളിലും സ്വന്തം വാഹനങ്ങളിലെയും പ്രവർത്തകരും മറ്റേ പബ്ലിക്കും വരും. അപ്പോൾ അവർ എവിടെയാണ് അവസാന പോയിൻറ്റ് അത് കഴിഞ്ഞിട്ട് നമ്മൾ വിടില്ല. അവിടെ അവർ ഇറങ്ങിയിട്ട് വണ്ടിയെ കൊണ്ടുപോയി നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തിൽ പാർക്ക് ചെയ്യുക. അവിടെ നിന്ന് നടന്ന് സെൻട്രൽ സ്റ്റേഡിയം എത്തുക. എല്ലാ വിധത്തിലുള്ള സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തിക് പറഞ്ഞിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.